സ്റ്റുഡൻസ്, പ്ലസ് ടു സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സോ വി ആർ ഡിസ്കസിംഗ് ദ തേർഡ് ചാപ്റ്റർ ഓഫ് മൈക്രോ എക്കണോമിക്സ്, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ മൂന്നാമത്തെ അധ്യായമായ ഉൽപാദനവും ചെലവും എന്ന അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് പ്രൊഡക്ഷൻ ഫങ്ഷൻ, ഉൽപാദന ധർമ്മം വളരെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. ഉൽപാദനത്തെ സംബന്ധിച്ച് കൂടുതൽ വിശകലനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് ആശയങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. We have to understand two concepts regarding the production. One is short run and another one is long run. ഹ്രസ്വകാലയളവും ദീർഘകാലയളവും വളരെ പ്രധാനപ്പെട്ട രണ്ട് ആശയങ്ങളാണ്. നമ്മൾ എന്താണ് ഈ ഷോർട്ട് റൺ, എന്താണ് ലോങ് റൺ, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ്, വാട്ട് ഈസ് ഷോർട്ട് റൺ? ഹ്രസ്വകാലയളവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? We assumes that the firm is using only two inputs to produce output. ഒരു സ്ഥാപനം രണ്ട് നിവേശങ്ങളെ മാത്രമേ ഉൽപാദന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. Which are the two factors or inputs? One is labor and another one is capital. So labor is denoted by the letter L and capital is denoted by letter K. So these are the only two inputs which are used in the production. And if the labor is varying and the capital is fixed, that means നമ്മൾ ഈ രണ്ട് ഇൻപുട്സിൽ ഒരു ഫേം അധ്വാനത്തെ വാരി ചെയ്യുന്നു, അതായത് അധ്വാനത്തിൻ്റെ അളവിൽ മാറ്റം വരുത്തുന്നു. ബട്ട് ക്യാപിറ്റൽ ഈസ് ഫിക്സ്ഡ് ഓർ കോൺസ്റ്റന്റ്. മൂലധനത്തിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും വരുത്തുന്നില്ല. അങ്ങനെ വരുന്ന കേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷോർട്ട് റൺ, ഹ്രസ്വകാലയളവ് എന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹ്രസ്വകാലയളവിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ മാത്രമാണ് മാറുന്നത്, വാരി ചെയ്യുന്നത്. ഓൺലി വൺ ഫാക്ടർ ഈസ് വാരിഡ് ഓർ ഓൺലി വൺ ഇൻപുട്ട് ഈസ് വാരിയിങ് ആൻഡ് ദ അതർ ഇൻപുട്ട് ഈസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വാരി ചെയ്യുന്ന ഫാക്ടറിന് നമ്മൾ വാരിയബിൾ ഫാക്ടർ എന്നാണ് പറയുന്നത്. വാരിയബിൾ ഫാക്ടർ, വാരി ചെയ്യുന്ന ഫാക്ടർ, മാറിക്കൊണ്ടിരിക്കുന്ന ഫാക്ടർ, അതിന് നമ്മൾ വാരിയബിൾ ഫാക്ടർ അഥവാ മലയാളത്തിൽ അതിനെ വിഭേദക ഘടകം എന്ന് പറയും. ഇനി നമ്മൾ ഒരു ഫാക്ടർ നമ്മളവിടെ ഫിക്സ്ഡ് ആക്കി നിർത്തുകയാണ്. ദാറ്റ് ഫാക്ടർ ഇസ് നോട്ട് ചേഞ്ചിങ്. അപ്പം അങ്ങനെ ഒരു ഫാക്ടറെ നമ്മൾ ഫിക്സ്ഡ് ആക്കി നിർത്തുന്ന, അതായത് സ്ഥിരമാക്കി നിർത്തുന്ന ഫാക്ടറെ നമ്മൾ വിളിക്കുന്ന പേര് ഫിക്സഡ് ഫാക്ടർ, സ്ഥിര ഘടകം. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഷോർട്ട് റണ്ണിൽ അഥവാ ഹ്രസ്വകാലയളവിൽ ഒരു ഫാക്ടർ വാരിയബിൾ ഫാക്ടർ ആയിരിക്കും, ഒരു ഫാക്ടർ ചേഞ്ച് ചെയ്യുന്ന ഫാക്ടർ ആയിരിക്കും, മാറിക്കൊണ്ടിരിക്കും. രണ്ട് ഫാക്ടറിൽ ഒരു ഫാക്ടർ സ്ഥിര ഘടകമായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിളിലൂടെ ഈ ഷോർട്ട് റൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വി ആർ taking the labor as a varying factor and capital a fixed factor. നമ്മളിവിടെ ലേബറിനെ
ഒരു വിഭേദക ഘടകമായിട്ടും ക്യാപിറ്റലിനെ മൂലധനത്തെ നമ്മൾ ഒരു സ്ഥിര ഘടകമായിട്ടും നിലനിർത്തുന്നു. അപ്പോൾ ഔട്ട്പുട്ടിൽ വരുന്ന മാറ്റം, ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ട്. കാരണം ഒരു ഫാക്ടർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ മാറ്റം വരുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് ഒരു ഉദാഹരണത്തിലൂടെ, ഒരു പട്ടികയിലൂടെ നമുക്കതൊന്ന് പരിശോധിക്കാം. ടു ഫാക്ടേഴ്സ് എൽ ആൻഡ് കെ, ആൻഡ് യൂസിങ് ദീസ് ടു ഫാക്ടേഴ്സ് ഔട്ട്പുട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. സപ്പോസ് when 1 unit of labor and 4 unit of capital, 10 units of output is produced. And there is a change in the labor. Labor is a varying factor. So we change the units of labor from 1 to 2, but there is no change in capital, and output increased to 24. Again, 3, 4, output increased to 40. And 4, then 4 output is increased to 50, 5, 4, 56, 6, 4, 57. So this is a case of short run. ഹ്രസ്വകാലയളവിലെ ഉൽപാദനം ആണ് ഈ ടേബിളിലൂടെ കാണിക്കുന്നത്. അപ്പോൾ എന്താണ് ഷോർട്ട് റൺ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. സോ ഷോർട്ട് റൺ ഈസ് എ കേസ് വെൻ വൺ ഫാക്ടർ ഈസ് or one input is fixed and the other input is varying. ഒരു ഘടകം സ്ഥിരമാവുകയും മറ്റൊരു ഘടകത്തിൽ മാറ്റം വരികയും ചെയ്യുന്ന ആ ഒരു കേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്രസ്വകാലയളവ് എന്ന് പറയുന്നത്. ഹിയർ ദ ലേബർ ഈസ് ദ വാരിയിങ് ഫാക്ടർ. ഇതിൽ വിഭേദക ഘടകം, മലയാളത്തിൽ വാരിയിങ് ഫാക്ടറെ വിഭേദക ഘടകം എന്നാണ് പറയുക. ഇത് ലേബർ ആണ് വിഭേദക ഘടകം. ക്യാപിറ്റൽ ഈസ് ദ ഫിക്സഡ് ഫാക്ടർ ഓർ സ്ഥിര ഘടകം എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. ഔട്ട്പുട്ടിൽ മാറ്റം വരും. അതായത് ലേബർ ഇൻക്രീസ് ചെയ്യുമ്പോൾ യൂണിറ്റ് നമ്മൾ കൂട്ടും തോറും ഈവൻ ഇഫ് ദ ക്യാപിറ്റൽ റിമെയിൻസ് കോൺസ്റ്റന്റ് ദ ഔട്ട്പുട്ട് വിൽ ഇൻക്രീസ്. നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാണ്. ഒരു ഇൻപുട്ടിൻ്റെ അളവ് കൂട്ടുമ്പോൾ മറ്റൊരു ഇൻപുട്ടിലെ അളവിൽ മാറ്റം വരുത്തുന്നില്ലെങ്കിൽ പോലും എന്ത് സംഭവിക്കും, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ one factor remains constant and other factor is varying, then that is a case of short run. അപ്പോൾ ഹ്രസ്വകാലയളവ് എന്തായെന്നുള്ളത് വളരെ വ്യക്തമായി. Now we are going to discuss what is long run. എന്താണ് ദീർഘകാലയളവ്? Okay. So in the case of long run, there is no such fixed factor. ദീർഘകാലയളവിൽ ഒരു സ്ഥിര ഘടകം എന്നുള്ളത് ഇല്ല. There are two factors and these two factors can be varied. അപ്പം ലോങ് റണ്ണിൽ രണ്ട് ഫാക്ടേഴ്സും വേരിയബിൾ ഫാക്ടറാണ്. രണ്ട് ഇൻപുട്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാരി ചെയ്യാൻ പറ്റും. ഓക്കെ, കൺസിഡർ ദിസ് ടേബിൾ. സോ 2 inputs L and K, 2, 4, 5 and 3, 5, 6. Output 18, 56, 59. Consider this table. ഈ പട്ടിക ഒന്ന് പരിശോധിക്കൂ. You see there are two factors, labor and capital, and the two factors are varying. ഇതിൽ രണ്ട് ഫാക്ടേഴ്സും ചേഞ്ച് ചെയ്യാൻ. ഇപ്പോൾ ഫിക്സഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഒന്ന് ഇല്ല. രണ്ട് ഫാക്ടേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു ഫേമിന് എന്ത് ചെയ്യാൻ പറ്റും, വാരി ചെയ്യാൻ പറ്റും, മാറ്റം വരുത്താൻ പറ്റും. When 2 labor and 3 capital is used, the firm can produce 18 units of output. And here the second case, the units of labor is increased to 4 and also the units of capital is increased to 5. So here we can see an increase in both factors. രണ്ട് ഫാക്ടേഴ്സും എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ആവുന്നു. And as a result the output increased to 56 units. And when
labor again increased to 5 and capital to 6, the output increased to 59. So we can say both the factors are varying, there is no fixed factor, and this is a case of long run. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോങ് റൺ എന്ന കൺസെപ്റ്റ്. ആൻഡ് യു സി വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷോർട്ട് റൺ ആൻഡ് ദ ലോങ് റൺ. എന്താണ് ഹ്രസ്വകാലയളവും ദീർഘകാലയളവും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പം നിങ്ങൾക്ക് പറയാൻ കഴിയും, ഹ്രസ്വകാലയളവിൽ ഒരു ഫാക്ടർ ഒരു ഫേംസിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു ഇൻപുട്ട് ഇറ്റ്സ് എ വാരിയബിൾ ഫാക്ടർ. വൺ ഇൻപുട്ട് ഈസ് ഫിക്സ്ഡ് ആൻഡ് അതർ ഇൻപുട്ട് ഈസ് വാരിയബിൾ. അപ്പോൾ ഐദർ capital or labor is fixed in the case of short run production function, okay, and in the case of long run production function there is no such fixed factor, both the inputs are variable. ദീർഘകാലയളവിൽ ഒരു സ്ഥിര ഘടകം എന്നുള്ളത് ഇല്ല, രണ്ട് ഘടകങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാരി ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ടു കൺസെപ്റ്റ്സ്, ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ഐസോകോൺസ്. ഐസോകോണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ടിൽ ദെൻ, ഗുഡ് ബൈ, താങ്ക് യു.